കുഞ്ഞാടേ ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനേ ജീവനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു. ദൈവപിതാവേ സ്നേഹനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ ജീവാഗ്നിയേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൈകളിലുള്ള തിരികളെല്ലാം കെടുത്തുന്നു. തിരികളെല്ലാം കെടുത്തി എല്ലാവരും ചേർന്ന് ആരാധിക്കുന്നു. ശിരസ്സുയർത്തി ഈശോയെ കണ്ടുകൊണ്ട് ആരാധിക്കുന്നു. ആരാധനകൾ ഉയരട്ടെ. സ്വരമുയർത്തി നമ്മുടെ കർത്താവിനെ ആരാധിക്കുന്നു.
അൽത്താരയിൽ ഈശോയെ കണ്ടുകൊണ്ട് ആരാധിക്കുന്നു. കണ്ണുകൾ തുറന്ന് ഹൃദയം തുറന്ന് ഒന്ന് ചേർന്ന് സ്വരമുയർത്തി എല്ലാവരും ചേർന്ന് കരങ്ങൾ രണ്ട് വീശി സ്വരമുയർത്തി എല്ലാവരും ചേർന്ന് നമ്മുടെ കർത്താവിനെ ഒന്ന് ചേർന്ന് ആരാധിക്കുന്നു. കരങ്ങൾ കൂപ്പി ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ശിരസ്സുയർത്തി ഈശോയെ കാണുന്നു. ആരാധിക്കുന്നു, ഞാൻ എന്റെ കർത്താവിനെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ ആരാധിക്കുന്നു, ലോകം മുഴുവൻ ഇപ്പോൾ ഈശോയെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ ആരാധിക്കുന്നു, ജനപദങ്ങൾ ഒന്ന് ചേർന്ന് ഈശോയെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ ആരാധിക്കുന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, ഇതാ നമ്മുടെ കർത്താവ് ഈ അൽത്താരയിൽ സത്യമായും പരിശുദ്ധ ദിവ്യകാരുണ്യമായി സന്നിഹിതനായിരിക്കുന്ന ഈ സമയം നമ്മുടെ ജീവിതങ്ങളെല്ലാം അനുഗ്രഹിക്കുവാനായിട്ട് അവിടുന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളെ മുഴുവൻ അനുഗ്രഹിക്കാൻ ഈശോ ആഗ്രഹിക്കുന്നു. നമ്മുടെ സമൂഹങ്ങളെ മുഴുവനെ അനുഗ്രഹിക്കുവാനായിട്ട് ഈശോ ആഗ്രഹിക്കുന്നു. സകല ജനപദങ്ങളെയും അനുഗ്രഹിക്കുവാനായിട്ട് അവിടുന്ന് കരം നീട്ടുന്നുണ്ട്. വാഗ്ദാന പ്രകാരം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ തിരുവചനത്തിൽ ഈശോ അരുൾ ചെയ്തു, യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഉൽപ്പത്തി മുതലുള്ള ഇതാ കർത്താവിൻ്റെ തുടർച്ചയായ പ്രവാചകന്മാരിലൂടെ ആവർത്തിക്കപ്പെടുന്ന വാഗ്ദാനം ഇതാ പരിശുദ്ധ കുർബാനയിൽ വന്ന് നിൽക്കുകയാണ്. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധ കുർബാനയിലൂടെ നിന്റെ ജീവിതത്തിൽ ഇടപെടുവാൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. പരിശുദ്ധ കുർബാനയിലൂടെ നിന്റെ കുടുംബത്തിൽ ഈശോ ഇതാ ഇടപെടുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിന്റെ തകർച്ചയുടെ മേല് ഇതാ ഈ രാത്രിയിൽ അവിടുന്ന് ഇടപെടുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സമയം ടിവിയുടെ മുൻപിലായിട്ട് അണിനിരക്കുന്ന ദൈവജനം മുഴുവന്റെ ജീവിതത്തിന്റെ മേല് വ്യക്തിപരമായി ഇടപെടുവാനായിട്ട് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഇപ്പോ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവിന്, നമ്മുടെ രോഗങ്ങളെ സുഖപ്പെടുത്തുന്ന കർത്താവിന്, നമ്മുടെ ജീവിതത്തിന്റെ സകല മേഖലകളിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്ന കർത്താവിനെ നമുക്ക് ആരാധിക്കാം. കരങ്ങൾ രണ്ടും കർത്താവിന്റെ പക്കലേക്ക് ഉയർത്താം. രണ്ട് കരങ്ങളും കർത്താവിന്റെ പക്കലേക്ക് ഉയർത്തി, ഹൃദയത്തെ ഉയർത്തി, മനസ്സിനെ ഉയർത്തി, ജീവിതത്തെ കർത്താവിന്റെ പക്കലേക്ക് ഉയർത്തി, കുടുംബങ്ങളെ സമൂഹങ്ങളെ ഉയർത്തി, ശുശ്രൂഷ മേഖലകളെ ഉയർത്തി, മക്കളെ ഉയർത്തി. ഇതാ കർത്താവിനെ നമുക്ക് എല്ലാവർക്കും ഒന്ന് ചേർന്ന് അതരം തുറന്ന് കർത്താവിനെ സ്തുതിക്കട്ടെ. എല്ലാവരും സ്തുതിക്കട്ടെ, എല്ലാവരും ഈശോയെ ആരാധിക്കട്ടെ, സ്വരം ഉയർത്തി സ്തുതിക്കട്ടെ.
ഓ ദൈവമേ, നിന്റെ ജനം നിന്നെ ആരാധിക്കുന്നു. കർത്താവേ, നിന്നെ വിളിക്കുന്നു. ഓ ജനങ്ങളുടെ ജീവിതത്തോട് കരുണ കാണിക്കുന്ന കർത്താവേ, ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങ് മാത്രമാണ് കർത്താവ്, അങ്ങ് മാത്രമാണ് ദൈവം, അങ്ങ് മാത്രമാണ് ഇതാ രക്ഷകൻ. ഞങ്ങൾ തിരിച്ചറിയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ആദരം തുറന്ന് സ്തുതിക്കുന്നു. എല്ലാവരും ആരാധിക്കുന്നു. ആരാധനകൾ ഉയരട്ടെ, സ്തുതികൾ ഉയരട്ടെ, ആദരങ്ങൾ തുറക്കപ്പെടട്ടെ, ദൈവിക ഇടപെടൽ ഉണ്ടാകട്ടെ. ആരാധന, ആരാധന, ആരാധന. യേശുവേ, 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 ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവമേ, ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു. ആരാധന, ആരാധന, ആരാധന. യേശുവേ, യേശുവേ, യേശുവേ. ഫ്രാൻസിസ് മാർപ്പാപ്പയോട് ചേർന്ന് ഞങ്ങൾ ആരാധിക്കുന്നു. തിരുസഭയോട് ചേർന്ന് ആരാധിക്കുന്നു. മെത്രാന്മാരോട് ചേർന്ന് ആരാധിക്കുന്നു. വൈദിക ഗണങ്ങളോട് ചേർന്ന് ആരാധിക്കുന്നു. ശുശ്രൂഷ ഗണത്തോട് ചേർന്ന് ആരാധിക്കുന്നു. ബെനഡിക്റ്റൻ ധ്യാന കേന്ദ്രത്തോട് ചേർന്ന് ആരാധിക്കുന്നു. അഭിഷിക്തരോട് ചേർന്ന് ആരാധിക്കുന്നു. ഇവിടെയുള്ള ശുശ്രൂഷകരോട് ചേർന്ന് ആരാധിക്കുന്നു. ആരാധന, ആരാധന, ആരാധന. യേശുവേ, 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 യേശുവേ. ആദരം തുറന്ന് സ്തുതിക്കട്ടെ. ദൈവസ്തുതികൾ ഉയരട്ടെ. ആദരങ്ങൾ പവിത്രീകരിക്കപ്പെടട്ടെ, വിശുദ്ധീകരിക്കപ്പെടട്ടെ. യേശുവേ, ആരാധന, 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 ആരാധന. ഓ കർത്താവേ, അങ്ങയുടെ ശക്തമായ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന്, വിശുദ്ധ ബെനഡിക്റ്റിനോട് ചേർന്ന്, സകല വിശുദ്ധരോട് ചേർന്ന് അങ്ങ് ഞങ്ങൾക്ക് തന്ന പൗരോഹിത്യ അധികാരത്താൽ ദൈവജനത്തെ പീഡിപ്പിക്കുന്ന തിന്മയുടെ ദുരാത്മാവേ, ജനത്തിൽ നിന്ന് വിട്ടുമാറി പോകട്ടെ. ഹാര, 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 ഹാര. യേശുവേ, 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 യേശുവേ. കർത്താവേ, അങ്ങയുടെ ഇടപെടലിന് സ്വീകരിക്കാൻ പറ്റാതെ ദൈവജനത്തിന് മേലെ നിലകൊള്ളുന്ന തിന്മയുടെ ശക്തികളെ, അന്ധകാര സേനകളെ, നാരകീയ ശക്തികളെ പൗരോഹിത്യത്തിന്റെ അധികാരത്താൽ ബന്ധിക്കുന്നു, കുരിശിലേക്ക് ആട്ടിപ്പായിക്കുന്നു. ആരാധന, ആരാധന, ആരാധന. യേശുവേ, യേശുവേ, യേശുവേ. ദൈവജനത്തെ വിടുവിപ്പിക്കണമേ, ദൈവജനത്തെ മോചിപ്പിക്കണമേ. ആരാധന, ആരാധന, ആരാധന. ദൈവജനത്തിന്റെ മേൽ തിരുരക്തം വീഴട്ടെ. തിരുരക്തത്താൽ ദൈവജനം കടികപ്പെടട്ടെ, ദൈവജനം വിശുദ്ധീകരിക്കപ്പെടട്ടെ. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ തിരുരക്തത്താൽ ദൈവജനത്തെ മുദ്ര ചെയ്യണമേ. തിരുരക്തത്തെ ദൈവജനത്തെ ശുദ്ധീകരിക്കണമേ. അശുദ്ധി നീങ്ങിപ്പോകട്ടെ. തിന്മയുടെ ശക്തി നിർവീര്യമാകട്ടെ. വിടുതലുണ്ടാകട്ടെ, എന്നിൽ വിടുതലുണ്ടാകട്ടെ. ദൈവജനത്തിൽ സൗഖ്യമുണ്ടാകട്ടെ, യേശുവിൻ നാമത്തിലുണ്ടാകട്ടെ. ദൈവജനത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവജനം മുഴുവനും വിടുതലുണ്ടാകട്ടെ, എന്നിൽ വിടുതലുണ്ടാകട്ടെ. ഓ വിടുതൽ നൽകണമേ. സൗഖ്യമുണ്ടാകട്ടെ, യേശുവിൻ നാമത്തിലുണ്ടാകട്ടെ. വിടുതലുണ്ടാകട്ടെ, എന്നിൽ വിടുതലുണ്ടാകട്ടെ. സൗഖ്യമുണ്ടാകട്ടെ, യേശുവിൻ നാമത്തിലുണ്ടാകട്ടെ. പാപം മാറി പോകട്ടെ, യേശുനാമത്തിൽ നീങ്ങി പോകട്ടെ. ദൈവജനത്തിന് വിട്ടുമാറി പോകട്ടെ. പോകട്ടെ, ശാപം നീങ്ങി പോകട്ടെ. കുടുംബങ്ങളിൽ നീങ്ങി പോകട്ടെ. വിടുതലുണ്ടാകട്ടെ, എന്നിൽ വിടുതലുണ്ടാകട്ടെ. തലമുറയുടെ മേൽ സംഭവിക്കട്ടെ.
നാമത്തിലുണ്ടാകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ കരങ്ങൾ വീശി ഹല്ലേലൂയ ഹല്ലേലൂയ കരങ്ങൾ വീശി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ഹൃദയത്തിലും മനസ്സിലും ആത്മാവിലും എല്ലാവരും നിശ്ശബ്ദതയിൽ ഒരു നിമിഷം നമ്മുടെ ഈ കർത്താവിനെ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. കണ്ണുകൾ തുറന്ന് നമുക്കെല്ലാവർക്കും സ്വസ്ഥാനങ്ങളിലായിട്ടിരിക്കാം. ഈശോയിലേക്ക് കണ്ണുകൾ തുറന്ന് അൽത്താരയിലെ കർത്താവിനെ കണ്ടുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും ഈ സമയം പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 27 മുതൽ 31 വരെയുള്ള തിരുവചനത്തിൽ അന്ധരായ 2 വ്യക്തികൾ ഞങ്ങളുടെ മേൽ കരുണ കാണിക്കണമേ എന്ന് ഈശോ അതിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന് അറിഞ്ഞ് അവർ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അവർ 2 പേരെയും ഈശോയുടെ അരികിലേക്ക് വിളിപ്പിച്ചു. എന്നിട്ട് ഈശോ അവരോടൊരു കാര്യം ചോദിക്കുന്നുണ്ട്. ഇത് എനിക്ക് ചെയ്യുവാനായിട്ട് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ആ 2 അന്ധരന്മാർ യേശുവിനോട് പറഞ്ഞു, അങ്ങേക്ക് കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ അന്ധത മാറ്റുവാനായിട്ട് അങ്ങേക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് അവരേറ്റു പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ആരാധനയിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ, പ്രിയപ്പെട്ട മകളെ, നീ രോഗിയാണോ? നീ ശാരീരികമായ രോഗത്താലാണോ നീ ഇപ്പോൾ ആയിരിക്കുന്നത്? മെഡിക്കൽ സയൻസ് ഉപേക്ഷിച്ച രോഗത്തിൻ്റെ പീഡ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയാണോ നീ എന്ന്? നിന്റെ രോഗത്തിൻ്റെ മേൽ ഇടപെടുവാനായിട്ട് ഈശോയ്ക്ക് കഴിയും. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 46 മുതൽ 52 വരെയുള്ള തിരുവചനത്തിൽ 52-ാമത്തെ വചനത്തിൽ ഈശോ ബർത്തിമിയോസിനോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ശാരീരികമായ രോഗത്താൽ പീഡ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണോ നീ? ആന്തരികമായ മനസ്സിൻ്റെ മുറിവേറ്റ, അതുമൂലം ആ പീഡ അനുഭവിക്കുന്ന ജീവിതത്തിൻ്റെ ഉടമയാണോ നീ? ഈശോയ്ക്ക് മാത്രമേ നിന്റെ ജീവിതത്തെ രക്ഷിക്കാൻ പറ്റുകയുള്ളൂ. ദിവ്യകാരുണ്യത്തിന് മാത്രമേ നിന്റെ ജീവിതത്തെ നീ ആയിരിക്കുന്ന അവസ്ഥയിൽ രക്ഷിക്കാനായിട്ട് പറ്റുകയുള്ളൂ. നീ വലിയൊരു പാപാവസ്ഥയിലാണോ? കർത്താവിനോട് പറയണം. അവിടുത്തെ തിരുമുഖത്തേക്കൊന്ന് നോക്കിക്കേ. അവിടുത്തോട് പറയണം, കർത്താവേ, ഞാൻ ഇപ്രകാരമുള്ള അവസ്ഥയിലാണ്, എന്നെ രക്ഷിക്കണമേ കർത്താവേ. ശരീരത്തിൻ്റെ ശിരസ് മുതൽ പാദം വരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രോഗത്തിൻ്റെ പീഡകളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ട മകനെ, മകളെ,
നിന്റെ രോഗത്തിന്റെ മേല് ഇടപെടുവാനായിട്ട് കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. കർത്താവേ, എൻ്റെ രോഗങ്ങൾ, ദൈവമേ, മെഡിക്കൽ സയൻസ് ഉപേക്ഷിച്ച എത്രയോ രോഗത്തിൻ്റെ മേൽ കർത്താവേ നീ ഇടപെട്ടിരിക്കുന്നു. ഓ ദൈവമേ, എന്നെ സുഖപ്പെടുത്തണമേ, ഞാൻ പ്രാർത്ഥിക്കുന്നു. തലച്ചോറ് സംബന്ധമായ രോഗത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണോ നീ ഇന്ന്? കണ്ണിന് കാഴ്ചയില്ലാത്തൊരു വ്യക്തിയാണോ നീ ഇന്ന്? ചെവി കേൾക്കാനായിട്ട് പറ്റാത്തൊരു വ്യക്തിയാണോ നീ എന്ന്? ക്യാൻസർ രോഗത്തിന്റെ പീഡ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണോ നീ എന്ന്? TB രോഗത്താൽ പീഡ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണോ നീ എന്ന്? നിരാശയിൽപ്പെട്ട് കഴിയുന്ന ഒരു വ്യക്തിയാണോ നീ എന്ന്? പ്രിയപ്പെട്ട മകനെ, മകളെ, അവിടുന്ന് നിന്റെ ജീവിതത്തിൽ ഇടപെടുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ രാത്രിയിൽ നിന്റെ ജീവിതത്തിന്റെ മേല് അവിടുത്തെ സൗഖ്യമയക്കാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവിന് കൊടുക്കണം നിന്റെ ജീവിതത്തെ പൂർണ്ണമായി. ഈശോയ്ക്ക് കൊടുത്തോ? സമ്പൂർണമായി കർത്താവിന് സമർപ്പിച്ചോ? ഇനി കർത്താവുമായിട്ടുള്ളൊരു ജീവിതമാണ് എനിക്കുള്ളത്. പാപത്തിലേക്ക് ഇനി ഞാനില്ല, തിന്മയുടെ വഴികളിലേക്ക് ഞാനില്ല. ഇനിയുള്ള എൻ്റെ ജീവിതം എൻ്റെ കർത്താവിനോട് ചേർന്നുള്ള ഒരു ജീവിതം മാത്രമാണ് എനിക്കുള്ളത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏത് അവസ്ഥയിലാകട്ടെ, ഞാൻ എൻ്റെ കർത്താവിന് സാക്ഷ്യം വഹിക്കും. ഞാൻ എൻ്റെ കർത്താവിനെ പ്രഘോഷിക്കും. ഞാൻ എൻ്റെ കർത്താവിനെ ഏത് വ്യക്തികളോടാകട്ടെ, ഏത് സാഹചര്യങ്ങളോടാകട്ടെ, ഞാൻ എൻ്റെ കർത്താവിനെ കുറിച്ച് ഞാൻ പറയും. ഈശോയെ, തിരുസന്നിധിയിൽ ഞാൻ ആയിരിക്കുന്ന കർത്താവെ, ഹൃദയത്തിൻ്റെ രോഗത്തിൻ്റെ പീഡകളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കിഡ്നി രോഗത്തിൻ്റെ പീഡ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കർത്താവെ, കൈകാലുകൾ തളർന്നുപോയ അവസ്ഥയിൽ കഴിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഓ ദൈവമേ, ആസ്മാ രോഗത്തിൻ്റെ പീഡ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അൾസർ രോഗത്തിനാൽ ദൈവമേ മരുന്നുകൾ കഴിച്ച് വർഷങ്ങൾ പിന്നിട്ടു. സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കർത്താവെ, ത്വക്ക് സംബന്ധമായ രോഗത്താൽ വർഷങ്ങളായി പീഡ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ രോഗങ്ങളെ നീ തൊടണമേ കർത്താവേ. ഓ ദൈവമേ, ഇന്നത്തെ കണ്ടുപിടുത്തങ്ങൾക്കോ സാങ്കേതിക വിദ്യകൾക്കോ ഒന്നിനു പോലും സുഖപ്പെടുത്താൻ പറ്റാത്ത സൗഖ്യം നിന്റെ പക്കലുണ്ട്. നീ സൗഖ്യമാണ്, നീ സൗഖ്യദാതാവാണ്, നീ സൗഖ്യമാണ്, നീ സൗഖ്യദാതാവാണ്. എന്നെ സുഖപ്പെടുത്തണമേ കർത്താവേ. ദൈവമേ, എന്നെ സുഖപ്പെടുത്തണമേ. എൻ്റെ ആത്മാവിൻ്റെ രോഗങ്ങളെ എടുത്തു മാറ്റണമേ കർത്താവേ. ഓ ദൈവമേ, മാതാപിതാക്കളുടെ സ്നേഹം ലഭിക്കാതെ പോയിട്ടുള്ള ഒരു ജീവിതമാകാം ഒരുപക്ഷെ നിൻ്റേത്. ഒരുപക്ഷെ മാതാപിതാക്കളാൽ പരിഗണിക്കപ്പെടാതെ പോയ ജീവിതമാകാം നിന്റെ ജീവിതം. കർത്താവിനോട് പറയണം, ഇപ്പോ അവരിലൂടെ നൽകേണ്ട അഭിഷേകം, അവരിലൂടെ ലഭിക്കേണ്ട അഭിഷേക സ്നേഹത്തിന്റെ നിറവ് എൻ്റെ ജീവിതത്തിലേക്ക് നൽകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി, യേശുവിലേക്ക് നോക്കി ദൈവമക്കൾ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള തിരുവചനത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ കാണുന്നുണ്ട്. ബെത്സയിദ കുളക്കരയ്ക്ക് ചുറ്റും രോഗികൾ കിടക്കുന്നു. വെള്ളമിളകുന്ന സമയം കാത്ത് രോഗികൾ വെള്ളത്തിലിറങ്ങുമ്പോൾ അവർ സൗഖ്യം പ്രാപിക്കുന്നു. എന്നാൽ 38 വർഷക്കാലമായി തളർവാദ രോഗിയായ ഒരു മനുഷ്യൻ അവിടെ കിടക്കുന്നുണ്ട്. പ്രിയപ്പെട്ട മകനെ, മകളെ, എല്ലാവരാലും തഴയപ്പെട്ട ഒരു വ്യക്തിയാണോ നീ? എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിലാണോ നീ എന്ന്? ലോകം മുഴുവനും എന്നെ ഉപേക്ഷിച്ചു എന്നുള്ള ശൂന്യതയിൽ കഴിയുന്ന ഒരു വ്യക്തിയാണോ നീ? ഈശോ പറയുന്നുണ്ട്, തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ജനക്കൂട്ടത്തിനിടയിലൂടെ ഈശോ അവനെ കണ്ടു. 38 വർഷക്കാലമായി ആരും ശ്രദ്ധിക്കാതെ പോയവൻ, തളർന്നവന്റെ കൈകാലുകളെ ബലപ്പെടുത്തുന്ന ഈശോ, തകർന്ന ജീവിതത്തെ തിരിച്ചു കൊണ്ടുവരുന്ന ഈശോ, നിന്റെ ജീവിതത്തെയും ശക്തിപ്പെടുത്താൻ അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ട്, സുഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്.
തിരുസന്നിധിയിൽ പ്രിയപ്പെട്ടവരെ അവിടുത്തെ തിരുമുഖത്തേക്ക് നോക്കി, എൻ്റെ കർത്താവേ എന്നെ സുഖപ്പെടുത്തണമേ. എൻ്റെ ശിരസ് മുതൽ പാദം വരെയുള്ള രോഗങ്ങളുടെ സകല മേഖലയിലേക്കും കർത്താവേ നിന്റെ ശക്തി അയക്കണമേ, നിന്റെ സൗഖ്യം അയക്കണമേ. ഡോക്ടർമാർ ഉപേക്ഷിക്കപ്പെട്ടു പോയ നിന്റെ രോഗത്തിന്റെ മേൽ ഈശോ ഇടപെടട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ ഈ സമയം. ബെത്സയിദാ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു, നിന്റെ കരുണ തേടുന്നു വൈകല്ലേ. എന്റെ മോചകാ ബെത്സയിദാ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു, നിന്റെ കരുണ തേടുന്നു വൈകല്ലേ. എന്റെ മോചകാ എന്റെ ജീവിതത്തിലേക്ക് ഇടപെടാൻ വൈകല്ലേ. ബെത്സയിദാ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു, നിന്റെ കരുണ തേടുന്നു വൈകല്ലേ. ശക്തി അയക്കണമേ എന്റെ മോചകാ. കരങ്ങൾ രണ്ടും ഈശോയിലേക്ക് ഉയർത്തിക്കേ. ബെത്സയിദാ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു, നിന്റെ കരുണ തേടുന്നു വൈകല്ലേ. പ്രാർത്ഥിക്കുന്നു എന്റെ മോചകാ. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്നു. ബെത്സയിദാ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു, ദൈവമേ നിന്റെ കരുണ തേടുന്നു വൈകല്ലേ. വൈകല്ലേ. എന്റെ മോചകാ. എന്റെ ജീവിതത്തിലും കുടുംബത്തിൽ ഇടപെടാൻ വൈകല്ലേ. ബെത്സയിദാ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു, നിന്റെ കരുണ തേടുന്നു വൈകല്ലേ. എന്റെ മോചകാ. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, യേശുവിനെ വിളിക്കട്ടെ. യേശുവിനെ വിളിച്ച് ദൈവജനം മുഴുവനും സ്വരമുയർത്തി വിളിച്ച് യേശുവേ 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 സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഓ ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ. കർത്താവേ ദൈവജനത്തിന്റെ മേൽ നിലകൊള്ളുന്ന, കുടുംബത്തിന്റെ മേൽ നിലകൊള്ളുന്ന ദൈവമേ, വർഷങ്ങളായി പിടികൂടിയിരിക്കുന്ന സകല മാറാ രോഗങ്ങൾ ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഓ കർത്താവേ, ദൈവമക്കളെ പീഡിപ്പിക്കുന്ന കുടുംബങ്ങളിലൂടെ, വ്യക്തി ജീവിതങ്ങളിലൂടെ കടന്നു വന്ന രോഗങ്ങളും രോഗപീഠകളും ഈ ജനത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോകട്ടെ. ആരാധന 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 ആരാധന. യേശുവേ 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 യേശുവേ. കുടുംബങ്ങളുടെ മേൽ നിലകൊള്ളുന്ന, വ്യക്തികളുടെ മേൽ നിലകൊള്ളുന്ന, സമൂഹത്തിന്റെ മേൽ നിലകൊള്ളുന്ന രോഗങ്ങളോ പീഡകളോ യേശുനാമത്തിന്റെ ശക്തിയാൽ നിർവീര്യമാകട്ടെ. ശക്തി നിറയട്ടെ നിറയട്ടെ. കർത്താവേ, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ഓ ദൈവമേ, ഞങ്ങൾ വായിക്കുന്ന തിരുവചനത്തിൽ ഓ കർത്താവിൽ ശക്തി പുറപ്പെടട്ടെ, രോഗിയുടെ മേൽ ആവസിക്കട്ടെ. ആരാധന 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 ആരാധന.
യേശുവേ 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 യേശുവേ. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ഒരു നിമിഷം ഹൃദയത്തിലും മനസ്സിലും എല്ലാവരും ഈശോയെ ആരാധിക്കണം. കണ്ണുകൾ തുറന്ന് നമുക്കെല്ലാവർക്കും കരങ്ങളൊന്ന് യാചനയോടെ കർത്താവിൻ്റെ മുമ്പിൽ പിടിക്കാം. എല്ലാ പ്രിയപ്പെട്ട മക്കൾ ഈശോയിലേക്ക് നോക്കട്ടെ. ഓ ദൈവമേ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ഇപ്പോൾ ഈശോയെ ഈ ശുശ്രൂഷയിലായിരിക്കുന്ന ദൈവമേ പ്രാർത്ഥിക്കുന്ന ഓ ജാതികളിലേക്ക്, മതങ്ങളിലേക്ക്, വർഗങ്ങളിലേക്ക്, ദേശങ്ങളിലേക്ക്, ഭൂഖണ്ഡങ്ങളിലേക്ക് കർത്താവേ അഭിഷേകം വർഷിക്കുന്ന ഈ സമയം, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ സമയം, ഒരഭിഷേകത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങൾ അഭിഷേകത്താൽ നിറയണം. അപ്പസ്തോലന്മാരുടെ പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 7-8 തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിന് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നവരായിട്ട് മാറുന്നത് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ആത്മാവിൻ്റെ ശക്തി നമുക്ക് വേണം പ്രിയപ്പെട്ടവരെ. നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ സന്നിധിയിൽ. അവിടുത്തെ തിരുമുഖത്തേക്ക് നോക്കി ഹൃദയം തുറന്ന് ദൈവജനം പ്രാർത്ഥിക്കുകയാണ്. ജോയേൽ പ്രവാചകന്റെ പുസ്തകം 2:28-29 ഇപ്പോൾ ഈ രാത്രിയിൽ ദൈവജനത്തിന്റെ മേൽ മാംസം ധരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരുടെ മേല് ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. എല്ലാവരുടെ മേല് ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. ഇതാ ദൈവജനമേ, ഇതാ നിന്റെ ഹൃദയം തുറക്കട്ടെ, നിന്റെ മനസ്സ് തുറക്കട്ടെ, നിന്റെ ഹൃദയം ജ്വലിക്കട്ടെ. ഓ ജനപദങ്ങൾ ഉണരട്ടെ, സഭ ഉണരട്ടെ, ധ്യാന കേന്ദ്രങ്ങൾ ഉണരട്ടെ, ശുശ്രൂഷകര് ബലപ്പെടട്ടെ. ഓ തിരുസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു, ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതം കൊടുത്തേ അഭിഷേകമുള്ള അപ്പനാകണം, അഭിഷേകമുള്ള അമ്മയാകണം, അഭിഷേകമുള്ള പുരോഹിതനാകണം, അഭിഷേകമുള്ള സമർപ്പിതയാകണം, അഭിഷേകമുള്ള യുവാവായി യുവതിയായി മാറണം, അഭിഷേകമുള്ള മക്കളായി മാറണം. പ്രാർത്ഥിക്കാം, അഭിഷേകമുള്ള ശുശ്രൂഷകനാക്കണമേ, ശുശ്രൂഷകയാക്കണമേ. എന്റെ മേൽ അഭിഷേകം നിറയട്ടെ. ഓ കർത്താവേ, അങ്ങയുടെ വാഗ്ദാനം എന്റെ മേൽ വർഷിക്കണമേ. യോഹന്നാൻ 7:37 ദാഹിക്കുന്നവരെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ആരൊക്കെയാണോ ആത്മാവിന് വേണ്ടി ദാഹിക്കുന്നത്, അഭിഷേകത്തിന് വേണ്ടി ആര് പ്രാർത്ഥിക്കുന്നുവോ, ആര് ദാഹിക്കുന്നുവോ, അവളുടെ ഹൃദയങ്ങളെ ഇതാ നിറയ്ക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ശൂന്യതകളിലേക്ക് ആത്മാവിന്റെ അഭിഷേകം നിറയട്ടെ. നമ്മുടെ ശൂന്യത മാറട്ടെ, നിരാശ മാറട്ടെ, കെട്ടുകൾ അടിയട്ടെ, ബന്ധനങ്ങൾ അടിയട്ടെ, അഭിഷേകം നിറയട്ടെ. കരങ്ങൾ യാചനയോടെ പിടിച്ച് പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതങ്ങളുടെ മേലെ നിലകൊള്ളുന്ന പാപത്തിന്റെ അടിമത്വത്തിലേക്ക് ആത്മാവിന്റെ അക്തി ഇറങ്ങട്ടെ, ആത്മാവിന്റെ അക്തി ഇറങ്ങട്ടെ. മുറിപ്പെട്ട നിന്റെ ജീവിതത്തിലേക്ക് ആത്മാവിന്റെ അക്തി ഇറങ്ങട്ടെ, സകല ജീവിതങ്ങളിലേക്ക് ആത്മാവിന്റെ അക്തി ഇറങ്ങട്ടെ. ഓ പരിശുദ്ധാത്മാവേ, യേശുവിന്റെ ആത്മാവേ, ദിവ്യകാരുണ്യത്തിൽ നിന്ന് അഭിഷേകം എന്റെ മേൽ അയക്കണമേ, എന്റെ മേൽ നിറയ്ക്കണമേ. കരങ്ങൾ യാചനയോടെ പിടിച്ച് എല്ലാവരും ആത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി ദാഹിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എന്റെ വ്യക്തിത്വം നിറയട്ടെ. കർത്താവേ, ഓ ദൈവമേ, അഭിഷേകം അഭിഷേകം
അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം 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 അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം അഗ്നിനാവുകളെന്മേൽ പതിക്കുകയാ അഗ്നിജ്വാലകളെന്മേൽ നിറയുകയാ അഗ്നിനാവുകളെന്മേൽ പതിക്കുകയാ അഗ്നിജ്വാലകളെന്മേൽ നിറയുകയാ അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം കണ്ണുകൾ അടച്ച് അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം എല്ലാവരും കണ്ണുകൾ അടച്ച് ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് ഓ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ അഭിഷേകത്തിന് വേണ്ടി ദൈവജനം പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ അടിച്ച് പാടുന്നു. എല്ലാവരും കരങ്ങൾ അടിച്ച് കണ്ണുകൾ അടച്ച് നിറയട്ടെ, ഓ നിറയട്ടെ. കണ്ണുകൾ കാണാത്തവർ കാണും, ഉടന്നുള്ളവരോ കുതിച്ചുയരും. അഭിഷേകത്താൽ സൗഖ്യം, രോഗപീഠകൾ നീങ്ങട്ടെ. ശക്തി കവിഞ്ഞൊഴുകി അഭിഷേകത്താൽ രോഗികൾക്കെല്ലാം സുഖം പകരും. ശക്തിയായി കരങ്ങൾ അടിച്ച് ശക്തി കവിഞ്ഞൊഴുകി രോഗികൾക്കെല്ലാം സുഖം പകരും. ഹൃദയങ്ങൾ ജ്വലിക്കട്ടെ. അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം 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 ദൈവജനം അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം സഭ മുഴുവനിലേക്ക് ഓ ദൈവമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവജനം മുഴുവനും പ്രാർത്ഥിക്കുന്നു. മക്കളിലേക്ക് അഭിഷേകം വ്യാപിക്കട്ടെ, സഭയിലേക്ക് അഭിഷേകം വ്യാപിക്കട്ടെ. അഭിഷേകത്തിലൂടെ കുടുംബത്തിന് മേലുള്ള വ്യക്തിയുടെ മേലുള്ള കെട്ടുകൾ അടിയട്ടെ, ബന്ധനങ്ങൾ നീങ്ങട്ടെ, പീഡകൾ വിട്ടൊഴിയട്ടെ, അടിമത്തം വിട്ടുമാറട്ടെ. പ്രാർത്ഥിക്കുന്നു. യേശുവിൻ വരവിൻ സമയമതാ, അവൻ ലോകത്തെ മുഴുവനും ഉണർത്തുകയാണ്. യേശുവിൻ വരവിൻ സമയമതാ, അവൻ ലോകത്തെ മുഴുവനും ഉണർത്തുകയാണ്. ലോകം മുഴുവൻ ഉണരട്ടെ, തിരുസഭയെ അഭിഷേകത്തിൽ ഉണരട്ടെ, ജ്വലിക്കട്ടെ. തിരുസഭയെ കൈകൾ നീട്ടിയൊരുക്കുകയാണ്. അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം 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 വലിയ നിറവ് അഗ്നിമഴ പെയ്തിറങ്ങും ഓ തീ വീഴുന്നത് പോലെ, അഗ്നിനാവുകളെന്മേൽ പതിക്കുകയാണ്. അഗ്നിജ്വാലകളെന്മേൽ നിറയുകയാണ്. അഗ്നിനാവുകളെന്മേൽ പതിക്കുകയാണ്. അഗ്നിജ്വാലകളെന്മേൽ നിറയുകയാണ്. അഭിഷേകം അഭിഷേകം നിറയട്ടെ. അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം ഹൃദയങ്ങളിലേക്ക് അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം. കരങ്ങൾ രണ്ടും ഉയർത്തി. ഹല്ലേലൂയ കരങ്ങൾ ഉയർത്തി. ഹല്ലേലൂയ 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 കരങ്ങൾ വീശി. ഹല്ലേലൂയ കരം ഉയർത്തി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. രണ്ട് കരങ്ങളും ഉയർത്തി എല്ലാവരും സ്തുതിക്കുന്നു, എല്ലാവരും സ്തുതിക്കുന്നു, എല്ലാവരും ആരാധിക്കുന്നു, എല്ലാവരും യേശുവിനെ ആരാധിക്കുന്നു, പരിശുദ്ധാത്മാവിനെ ആരാധിക്കുന്നു. സ്വരമുയർത്തി. നിറയട്ടെ, 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 നിറയട്ടെ. ഓ കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയാ നിറയട്ടെ.
ഓ ദൈവജനത്തിലേക്ക് അഭിഷേകം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. അതരം തുറന്ന് സ്തുതിക്കുന്നു, ഭാഷാപരത്തിൽ സ്തുതിക്കുന്നു, യേശുവിനെ ആരാധിക്കുന്നു. സ്തുതികൾ ഉയരട്ടെ. സ്വർഗം ഭൂമിയിൽ ഇറങ്ങി വന്നിരിക്കുന്നു. ആരാധനകൾ ഉയരുന്നു. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ ആരാധന ആരാധന ആരാധന. ഓ ദൈവമേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ ആരാധന. നമുക്കെല്ലാവർക്കും മുട്ടുകുത്താം. കർത്താവിൻ്റെ ആശീർവാദത്തിനായിട്ട് കരങ്ങൾ കൂപ്പി ശിരസ്സുയർത്തി ഈശോയിലേക്ക് നോക്കി നന്ദി പറഞ്ഞ് എല്ലാവരും പ്രാർത്ഥിക്കുന്നു. യേശുവേ യേശുവേ അങ്ങെപ്പോലെ മറ്റാരുമില്ല. യേശുവേ യേശുവേ അങ്ങെപ്പോലെ മറ്റാരുമില്ല. അങ്ങെപ്പോലെ മറ്റാരുമില്ല. അങ്ങെപ്പോലെ മറ്റാരുമില്ല. നീയല്ലോ രാജാവ്, നീയല്ലോ കർത്താവ്, നീയല്ലോ രാജാവ്, നീയല്ലോ കർത്താവ്. അങ്ങെപ്പോലെ മറ്റാരുമില്ല. അങ്ങെപ്പോലെ മറ്റാരുമില്ല. രണ്ട് കരങ്ങളും ദൈവജനം മുഴുവനും ഈശോയിലേക്ക് ഉയർത്തി. പ്രിയപ്പെട്ടവരെ, ഈ ആശീർവാദത്തിന്റെ സമയം ദിവ്യകാരുണ്യ ഈശോ 4 ദിക്കുകളെ ഇതാ മുദ്രവെച്ചുകൊണ്ട് കർത്താവ് അനുഗ്രഹിക്കുന്ന ഈ സമയം സകല ദേശങ്ങളിലേക്ക്, രാജ്യങ്ങളിലേക്ക്, ഭൂഖണ്ഡങ്ങളിലേക്ക്, ഇതാ മതങ്ങളിലേക്കെല്ലാം ദിവ്യകാരുണ്യ ഈശോ ഈ സമയം അനുഗ്രഹിക്കുന്ന സമയം. നമ്മുടെ കുടുംബങ്ങളെ ഈശോ ആശീർവദിക്കുന്ന സമയം. ദിവ്യകാരുണ്യത്തിന്റെ ശക്തി നമ്മുടെ കുടുംബങ്ങളിലേക്ക് എത്തട്ടെ. ഇപ്പോ നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞു സ്തുതിക്കട്ടെ. ആരാധന ആരാധന ആരാധന. ഓ ദൈവമേ, നമ്മുടെ കുടുംബങ്ങളെ, ദൈവമേ, നമ്മുടെ ശുശ്രൂഷ മേഖലകളെ, ഓ ദൈവമേ, ജാതികളെ, വർഗങ്ങളെ, ഭൂഖണ്ഡങ്ങളെ, ദിവ്യകാരുണ്യമേ എത്തട്ടെ. ദിവ്യകാരുണ്യ ലോകം മുഴുവൻ എത്തട്ടെ. ദിവ്യകാരുണ്യ ശക്തി ലോകം മുഴുവനിലേക്ക് വ്യാപരിക്കട്ടെ. ആരാധന ആരാധന ആരാധന. യേശുവേ 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 യേശുവേ. ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ ജീവിതങ്ങളെ ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയാൽ ഓ ദൈവമേ നിറയ്ക്കുന്നവനെ, അനുഗ്രഹിക്കുന്നവനെ. ആരാധന ആരാധന ആരാധന. യേശുവേ ആരാധന. അങ്ങെപ്പോലെ മറ്റാരുമില്ല. കരങ്ങൾ കൂപ്പി. അങ്ങെപ്പോലെ മറ്റാരുമില്ല. അങ്ങെപ്പോലെ മറ്റാരുമില്ല. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാ സ്തുതികൾക്കും ആരാധനകൾക്കും നിത്യവും അർഹനായ
പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ജീവിതങ്ങളെയും കുടുംബങ്ങളെയും ഞങ്ങളുടെ ജോലി പഠന ശുശ്രൂഷ മേഖലകളെയും ഞങ്ങളുടെ സഭ മുഴുവനെയും അഭിഷേകം ചെയ്യുന്ന, ഞങ്ങളെ ഉണർത്തുന്ന, ഞങ്ങളെ ജ്വലിപ്പിക്കുന്ന, ഞങ്ങളെ പുതിയ വ്യക്തികളാക്കി മാറ്റുന്ന പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.